Everyone. Today I am gonna deal with the poem I Am Your Man written by Leonard Cohen. I think you are not familiar with the poet Leonard Cohen. Anyway, first of all, I just introduce the poet. After that, I will give a small introduction to the poem. Next, I will explain the poem line by line. That is what I am going to do. Okay. Leonard Cohen, born in 1934 and died in 2016. Born in 1934 and died in 2016. Next, coming to the geographical details, you can see he was a Canadian singer, songwriter, and poet. He belonged to a Jewish family. His mother was Lithuanian. His father was a Polish guy. His mentor, Irving Layton. He was influenced by W.B. Yeats, Walt Whitman. He encouraged by his parents to pursue his interest in poetry and music. His interest എന്നാണ് ഒരു സ്പേസ് വിട്ടുപോയതാണ് ഓക്കെ guitar at the age of 13 and he was soon playing country music in Montreal's cafe, eventually forming a group called the Buckskin Boys. His parents had migrated to Canada. His first book of poetry was Let Us Compare Mythologies. The critic Robert Weaver declared that Cohen was probably the best young poet in English Canada right now during 1960s. ഓക്കെ ലെറ്റ്സ് എക്സ്പ്ലെയിൻ. അദ്ദേഹം ഒരു കനേഡിയൻ സിംഗർ ആയിരുന്നു, സോങ് റൈറ്റർ ആയിരുന്നു, പോയറ്റായിരുന്നു. ഹി ബിലോങ്ഡ് ടു ജൂയിഷ് ഫാമിലി. ഇദ്ദേഹം ഒരു ഓർത്തഡോക്സ് ജൂയിഷ് ഫാമിലിയിലെ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ മദർ ഒരു ലിത്വാനിയനാണ്. ഫാദർ വാസ് എ പോളിഷ് ഗായ്. ഫാദർ ഒരു പോളിഷ് ആണ്. അദ്ദേഹത്തിൻ്റെ മെൻറ്റർ ഇർവിൻ ലെയ്റ്റൺ. അദ്ദേഹത്തിനെ മെൻറ്റർ ചെയ്തത് ഇർവിൻ ലെയ്റ്റൺ ആണ്. പിന്നെ ഇവരെ ഈ ഒരു ഹിസ് പാരൻസ് ഹാഡ് മൈഗ്രേറ്റഡ് ടു കാനഡ എന്ന് കാണാം കുറച്ച് താഴെയായിട്ട്. ഇത് ഇദ്ദേഹത്തിൻ്റെ പാരൻസ് അല്ല, ഈ പാരൻസിൻ്റെ പാരൻസാണ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ നെക്സ്റ്റ്, എൻകറേജ്ഡ് ബൈ ഹിസ് പാരൻസ് ടു പെർസ്യൂ ഹിസ് ഇൻട്രസ്റ്റ് ഇൻ പോയട്രി ആൻഡ് മ്യൂസിക്. അദ്ദേഹത്തിൻ്റെ പാരൻസ് എൻകറേജ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പോയട്രി മ്യൂസിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാരൻസ് എൻകറേജ് ചെയ്തത്. ഹി വാസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ W.B. Yeats ആൻഡ് വാൾട്ട് വിറ്റ്മാൻ. അദ്ദേഹത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത് സ്വാധീനിച്ച രണ്ട് ഫേമസ് പോയറ്റുകളാണ്, അല്ലെങ്കിൽ പോയം എല്ലാം എഴുതുന്ന രണ്ട് ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ തന്നെയാണ് W.B. Yeatsഉം വാൾട്ട് വിറ്റ്മാനും. അവരെയാണ് ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തത്. Guitar at the age of 13 and he was soon playing country music in Montreal's cafe, eventually forming a group called Buckskin Boys. In his childhood he showed interest in guitar. അല്ലേ, അദ്ദേഹത്തിന് 13-ാമത്തെ വയസ്സിൽ തന്നെ ഗിറ്റാറിനോടൊരു ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹി വാസ് സൂൺ പ്ലേയിങ് കൺട്രി മ്യൂസിക്. പിന്നെ അദ്ദേഹം കൺട്രി മ്യൂസിക്കിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഇൻ മോൺട്രിയൽസ് കഫേ. മോൺട്രിയൽ കഫേ എന്ന് ഉദ്ദേശിച്ചത് കാനഡയിലൊരു പ്രോവിൻസാണ് മോൺട്രിയൽ. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവർ മ്യൂസിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ടായിരുന്നു മോൺട്രിയൽസ് കഫേയിൽ വെച്ചിട്ട്. ഇവഞ്ച്വലി ഫോമിങ്, അതിനുശേഷം അവസാനം ഇവരിങ്ങനെ കൂട്ടം കൂടി ചെറിയ പാട്ടും മ്യൂസിക്കും ഒക്കെ ആയിട്ട് അവസാനം അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ബക്സ്കിൻ ബോയ്സ്. ഈ ബക്സ്കിൻ ബോയ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഒരു മോൺട്രിയൽ കഫേൻ്റെ നേതൃത്വത്തിൽ പാട്ടുകൾ പാടി ഇതൊക്കെ നടന്നിരുന്ന ഗ്രൂപ്പാണ്. അവർ പിന്നീട് ഇതിനൊരു വേറൊരു ഗ്രൂപ്പായിട്ട് തന്നെ നെയിം ചെയ്തു, ബക്സ്കിൻ ബോയ്സ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹിസ് പാരൻസ് ആർ മൈഗ്രേറ്റഡ് ടു കാനഡ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ പാരൻസ്, ഈ ജൂയിഷ് ഫാമിലിയിൽപ്പെട്ട മദറിൻ്റെയും ഫാദറിൻ്റെയും പാരൻസ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഹിസ് ഫസ്റ്റ് ബുക്ക് ഓഫ് പോയട്രി വാസ് ലെറ്റസ് കമ്പയർ മിത്തോളജീസ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കാണ് ലെറ്റസ് കമ്പയർ മിത്തോളജീസ് എന്ന ബുക്ക്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇതൊരു പോയട്രി കളക്ഷനാണ്. ബേസിക്കലി ദിസ് ഈസ് എ പോയട്രി കളക്ഷൻ. ദ ക്രിറ്റിക് റോബർട്ട് വീവർ ഡിക്ലയർഡ് ദാറ്റ് കോഹൻ വാസ് പ്രോബബ്ലി ദ ബെസ്റ്റ് യങ് പോയറ്റ്
പോയറ്റ് ഇൻ ഇംഗ്ലീഷ് കാനഡ റൈറ്റ് നൗ. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ റോബർട്ട് വീവർ ഡിക്ലെയർ ചെയ്തു ബെസ്റ്റ് യങ് പോയറ്റ് ഇൻ ഇംഗ്ലീഷ് കാനഡ റൈറ്റ് നൗ ഡ്യൂറിങ് 1960s. ഡ്യൂറിങ് 1916 വളരെ ഫേമസ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ബെസ്റ്റ് പോയറ്റ് തന്നെയാണ് നമ്മുടെ ലിയോനാർഡ് കോഹൻ എന്ന് നമ്മുടെ റോബർട്ട് വീവർ ഡിക്ലെയർ ചെയ്തു. ഇവിടെ കാര്യമായിട്ട് നോക്കാനുള്ള വരികൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മെൻറ്റർ ആരാണ് എന്നുള്ളത് ഇർവിൻ ലെയ്റ്റൺ ആണ് മെൻറ്റർ. ഓർത്തഡോക്സ് ജൂയിഷ് ഫാമിലിയിലാണ് ലിയോനാർഡ് കോഹൻ ജനിച്ചത്. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 റൈറ്റേഴ്സാണ് WB ഈഡ്സും വാൾട്ടർ വിറ്റ്മാനും. ഇവർ 2 പേരെയാണ് ഇദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തത്. പിന്നെ ഇയാൾ വസ്കിൻ ഗ്രൂപ്പ് എന്നുള്ള ഒരു ബോയ്സ് ഗ്രൂപ്പിൽ ഒരു മോൺട്രിയൽസ് കഫേയിൽ പാട്ട് പാടുന്ന മ്യൂസിക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടുള്ള ബക്സ്കിൻ ബോയ്സിൽ അദ്ദേഹം അംഗമായിരുന്നു. അവർ കൂടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഹിസ് ഫസ്റ്റ് കളക്ഷൻ ലെറ്റസ് കമ്പയർ മിത്തോളജീസ് 1956 ഈ ഒരു പോയട്രി കളക്ഷൻ അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് കളക്ഷൻ ലെറ്റസ് കമ്പയർ മിത്തോളജീസ്. സം ഓഫ് ഹിസ് അതർ വർക്ക്സ് ആർ വിസിബിൾ ഹിയർ. ദ സ്പൈസ് ബോക്സ് ഓഫ് ദി എർത്ത് 1961. പോയട്രി കളക്ഷൻ ഡെത്ത് ഓഫ് എ ലേഡീസ് മാൻ 1978. ഫ്ലവേഴ്സ് ഫോർ ഹിറ്റ്ലർ 1964. ഇതൊക്കെ എന്താണ് സം ഓഫ് ഹിസ് വർക്ക് നോട്ടബിൾ ആയിട്ടുള്ള വർക്കുകളാണ്. സ്പൈസ് ബോക്സ് ഓഫ് ദി എർത്ത് പോയട്രി കളക്ഷൻ ഡെത്ത് ഓഫ് ലേഡീസ് മാൻ അതും വേറൊരു വർക്കാണ് കേട്ടോ. അതാകെ ഒറ്റ ടൈറ്റിലാണ് പോയട്രി കളക്ഷൻ ഡെത്ത് ഓഫ് എ ലേഡീസ് മാൻ. ഓക്കെ. ഫ്ലവേഴ്സ് ഫോർ ഹിറ്റ്ലർ 1964. പിന്നെ വളരെ കുറച്ച് നോവൽ എഴുതിയിട്ടുള്ളൂ. ദ ഫേവറേറ്റ് ഗെയിം 1963. ദ ബ്യൂട്ടിഫുൾ ലോസേഴ്സ് 1966. ഓക്കെ, ഇതാണ് നോവൽസ് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ലേറ്റർ ഹി മൂവ്ഡ് ടു കമ്പോസിങ് സോങ്സ്. പിന്നീട് അദ്ദേഹം സോങ് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീങ്ങി. ഹിസ് ഫസ്റ്റ് ആൽബം സോങ്സ് ഓഫ് ലിയോനാർഡ് കോഹൻ വാസ് ഫോളോഡ് ബൈ 3 more ആൽബംസ് ഓഫ് ഫോൾക്ക് മ്യൂസിക്. സോങ് ഫ്രം എ റൂം, സോങ്സ് ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ് ആൻഡ് ന്യൂ സ്കിൻ ഫോർ ദ ഓൾഡ് സെറിമണി. അപ്പോൾ പിന്നെ അദ്ദേഹം ആൽബങ്ങൾ എഴുതാൻ തുടങ്ങി, സോങ്സ് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആൽബമാണ് സോങ്സ് ഓഫ് ലിയോനാർഡ് കോഹൻ. 1967 അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം പിന്നീടുള്ള 3 ആൽബംസാണ് സോങ് ഫ്രം എ റൂം, Songs from a Room 1969, Songs of Love and Hate 1971 and New Skin for the Old Ceremony 1974. ഓക്കെ, ഇത്രയും ആൽബംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോങ്സ് അബൌട്ട് ഇൻ തീംസ് ഓഫ്, അദ്ദേഹത്തിൻ്റെ അധിക സോങ്ങുകളുടെയും തീം എന്താണ്? പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. പൊളിറ്റിക്സുമായിട്ടും സോഷ്യൽ നീതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തീമുകളാണ് അദ്ദേഹത്തിൻ്റെ അധിക കവിതകളിലും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് കനേഡിയൻ യൂനോ അവാർഡുകൾ 4 കിട്ടിയിട്ടുണ്ട്. ഹി വൺ 4 കനേഡിയൻ യൂനോ അവാർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദി പോയം. ഇനി നമുക്ക് പോയത്തിലേക്ക് ചെറിയൊരു ഇൻട്രഡക്ഷൻ നോക്കാം. ഐ ആം യുവർ മാൻ ഈസ് എ റൊമാൻറ്റിക് സോങ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ പാഷനേറ്റ് ആൻഡ് ഡെസ്പറേറ്റ് ലവ് ഓഫ് ദി മാൻ ഫോർ ഹിസ് ബിലൗഡ്. റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ഇൻ അസിമെട്രിക്കൽ സ്റ്റാൻസാസ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വില്ലിംഗ്നെസ് ഓഫ് ദി ലവർ ടു ടേക്ക് on any role for the sake of his beloved. The lover has made many promises to his beloved which he could not keep. That does not prevent him from making further promises. The poem is replete with erotic imagery which heightens the romantic mood and the desperation of the lover, who is willing to do to any extent for the sake of his beloved. Okay, I Am Your Man is a romantic song that describes the passionate and desperate love of the man for his beloved. ഈ ഒരു I Am Your Man എന്ന പോം ഒരു റൊമാൻറ്റിക് സോങ് ആണ്. ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ പാഷനേറ്റ് ആൻഡ് ഡെസ്പറേറ്റ് ലവ് ഓഫ് ദ മാൻ ഫോർ ഹിസ് ബിലവഡ്. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ലവറിനോടുള്ള വികാരഭരിതവും ഡെസ്പറേറ്റ് നിരാശാപരവുമായ ലവ് ആണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലവറിനോടുള്ള അതിയായ സ്നേഹം ചിത്രീകരിക്കുന്ന വരികളാണ് നമുക്ക് ഈ പോയട്രിയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ബിലവഡിന് വേണ്ടി അത്രയും സബ്മിസീവായിട്ട് അത്രയും താഴ്ന്ന് എന്ന് പറയാണ്. അദ്ദേഹം എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെണ്ണിനോട് ഐ ആം യുവർ മാൻ, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വരികളുള്ളത് കേട്ടോ. ഓക്കെ, റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ഇൻ അസിമെട്രിക്കൽ സ്റ്റാൻസാസ്. ഫ്രീ വേഴ്സിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഒരു
സിമ്മട്രി ഒന്നുമില്ലാതെ അസിമെട്രിക്കൽ സ്റ്റാൻസാസ് ആണ്. പ്രത്യേകിച്ചൊരു യൂണിഫോമിറ്റി ഒന്നുമില്ലാതെ ഫ്രീ വേഴ്സിൽ എഴുതിയ ഒരു കവിതയാണ് ഐ ആം യുവർ മാൻ ബൈ ലിയോനാർഡ് കോഹൻ. It describes the willingness of the lover to take on any role for the sake of his beloved. ഈ ഒരു പോയട്രിയിലൂടെ നീളം ഡിസ്കസ് ചെയ്യുന്നത് വില്ലിങ്നെസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലിങ്നെസ്, എന്തും ചെയ്യാനുള്ള ലവറിൻ്റെ വില്ലിങ്നെസ്, ടു ടേക്ക് എനി റോൾ, ഏത് റോളും സ്വീകരിക്കാനുള്ള ആ ഒരു ആ ഒരു മാനസിക അവസ്ഥ അല്ലേ, ആ ഏത് റോളും സ്വീകരിക്കാനുള്ള ലവറിൻ്റെ ആ മാനസിക അവസ്ഥ ഫോർ ദി സേക്ക് ഓഫ് ഹിസ് ബിലോഡ്, അദ്ദേഹത്തിൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഏത് റോളും സ്വീകരിക്കാൻ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത ഉടനീളം ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ദ ലവർ ഹാസ് മെയ്ഡ് മെനി പ്രോമിസസ് ടു ഹിസ് ബിലൗഡ് വിച്ച് ഹീ കുഡ് നോട്ട് കീപ്പ്. അദ്ദേഹം ധാരാളം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോവാം, ഇവിടെ കൊണ്ടുപോവാം, നമുക്ക് കഫേയിൽ പോവാം, അല്ലെങ്കിൽ ഐസ്ക്രീം പാർലറിൽ പോവാം, നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരം വാഗ്ദാനങ്ങൾ, ഞാൻ നിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല, എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഒരുമിച്ചുണ്ടാവണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം പ്രോമിസസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മേ ബി അദ്ദേഹം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ടാവാം ഇങ്ങനെ മാപ്പ് ചോദിക്കുക, അങ്ങനെ ഒരു പ്ലീഡ് ചെയ്യുന്ന, ഒരു സബ്മിസീവായിട്ടൊരു കീഴ്വണക്കത്തോടു കൂടി ഇവളുടെ കാല് പിടിച്ച് പറയണതായിട്ടാണ് ഈ പോയട്രിയിലെ ലൈനുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേ ബി അദ്ദേഹം അത്രയും വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അദ്ദേഹത്തിൻ്റെ ബിലവഡിനോട്, നമുക്കറിയില്ല. ഓക്കെ, ദാറ്റ് ഡസ് നോട്ട് പ്രിവെൻറ്റ് ഹിം ഫ്രം മേക്കിംഗ് ഫർദർ പ്രോമിസസ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ലെങ്കിലും വീണ്ടും അയാൾ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനൊരു തടസ്സമില്ല. ഡസ് നോട്ട് പ്രിവെൻറ്റ് ഫ്രം മേക്കിംഗ് ഫർദർ പ്രോമിസസ്, വീണ്ടും അദ്ദേഹം പ്രോമിസസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ പോയം ഈസ് റെപ്ലീറ്റ് വിത്ത് ഇറോട്ടിക് ഇമാജറി വിച്ച് ഹൈറ്റൻസ് ദ റൊമാൻറ്റിക് മൂഡ് ആൻഡ് ദ ഡെസ്പറേഷൻ ഓഫ് ദി ലവർ. എന്താണ് അപ്പോൾ ദ പോയം ഈസ് റെപ്ലീറ്റ് പറഞ്ഞാൽ മീൻസ് വെൽ സപ്ലൈഡ് എന്നാണ്. വെൽ സപ്ലൈഡ് വിത്ത് ഇറോട്ടിക് ഇമാജറി വിച്ച് ഹൈറ്റൻസ് ദ റൊമാൻറ്റിക് മൂഡ്. ഇറോട്ടിക് ഇമാജറി മീൻസ് സെക്ഷൽ ഇമേജസ്, സെക്ഷൽ ആയിട്ടുള്ള സംഭവങ്ങൾ, ആ ഒരു രീതിയിലുള്ള ഇമേജറുകൾ, ഇന്നർ മീനിങ്, ചില ലൈനുകളിന് സെക്ഷലി കനോട്ടേറ്റഡ് ആയിട്ടുള്ള ലൈനുകളൊക്കെ ഈ പോയട്രിയിൽ ധാരാളം ഉണ്ട് അല്ലേ, ഈ പോയത്തിൽ ധാരാളമുണ്ട്. വിച്ച് ഹൈറ്റൻസ്, അത് റൊമാൻറ്റിക് മൂഡും അദ്ദേഹത്തിൻ്റെ ലവറിൻ്റെ ആ ഒരു നിരാശയും നമുക്ക് ഹൈറ്റൻ ചെയ്ത് കാണിക്കുന്നു ഈ ഒരു ഇറോട്ടിക് ഇമേജിലൂടെ. ഹു ഈസ് വില്ലിംഗ് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ഫോർ ദി സേക്ക് ഓഫ് ഹിസ് ബിലവഡ്. അദ്ദേഹം റെഡിയാണ് എവിടേക്കും പോവാൻ, എന്തും ചെയ്യാൻ അദ്ദേഹം റെഡിയാണ് ലവറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പോയട്രിയെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. ഐ ആം യുവർ മാൻ ഈസ് എ റൊമാൻറ്റിക് സോങ് റിട്ടൺ ബൈ ലിയോനാർഡ് കോഹൻ. അദ്ദേഹം ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹിസ് പാഷനേറ്റ് ആൻഡ് ഡെസ്പറേറ്റ് ലവ് ഓഫ് ദ മാൻ ഫോർ ഹിസ് ബിലവഡ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ഇൻ അസിമെട്രിക്കൽ സ്റ്റാൻസാസ്. ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹൂസ് വില്ലിങ്നെസ് ടു ഓഫ് ദി ലവർ ടു ടേക്ക് ഓൺ എനി റോൾ ഫോർ ദി സേക്ക് ഓഫ് ഹിസ് ബിലവഡ്. പിന്നെ ദ ലവർ made lot of promises but he could not keep these all promises, but he is not stopping for giving the promises. Okay, the poem is replicate with erotic imagery. Poem is filled with erotic imageries which heightens the romantic mood and desperation of the lover who is willing to go to any extent for the sake of his beloved. He is ready to do anything. The lover is ready to do, the man is ready to do anything for the sake of his beloved. Next, move to the poem. I am your man. If you want a lover, I will do anything you ask me to. And if you want another kind of love, I will wear a mask for you. If you want a partner, take my hand. Or if you want to strike me down in anger, here I stand. I am your man. If you want a boxer, I will step into the ring for you. And if you want a doctor, I will examine every inch of you. If you want a driver, climb inside. Or if you want to take me for a ride, you know you can. I am your man. Okay, now let's explain. If you want a lover, I will do anything you ask me to.
അപ്പോൾ ഇവിടെ പറയാണ് ഇഫ് യു വാണ്ട് എ ലവർ ഐ വിൽ ഡു എനിത്തിങ് യു ആസ്ക് മീ ടു. നിനക്കൊരു ലവറിനെയാണ് ആവശ്യമുള്ളത് എങ്കിൽ ഐ വിൽ ഡു എനിത്തിങ്, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. യു ആസ്ക് മീ ടു, നീ എന്നോട് പറയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ. ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ് ഐ വിൽ വിയർ എ മാസ്ക് ഫോർ യു. ഇനിയിപ്പോൾ നിനക്ക് വേറെ രീതിയിലുള്ള, ഇവിടെ നമ്മൾ രണ്ടുപേരും പ്രണയിക്കുന്നവരാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഐ ആം യുവർ മാൻ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി അഡ്രസ്സിങ് ഹിസ് ബിലവഡ്, അല്ലേ, ഡയറക്റ്റായിട്ട് ബിലവഡിനെ അഡ്രസ്സ് ചെയ്യാണ്. യു ഹിയർ മൈ ബിലവഡ് ഐ ആം യുവർ ലവർ, അല്ലേ. ആ ഒരു ഇതാണ് ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐ ആം യുവർ മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഹീ ഈസ് ഡയറക്റ്റ്ലി അഡ്രസ്സിങ് ഹിസ് ബിലവഡ്. യു ഹിയർ മൈ ബിലവഡ് ഐ ആം യുവർ ലവ്, അല്ലേ. പ്രണയിക്കുന്ന രണ്ട് പേരാണ് ഇവിടെ നമ്മളുള്ളത്. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു ലവറിനെയാണ് വേണ്ടതെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യാറാണ്. പിന്നെ നിനക്ക് വേറൊരു രീതിയിലുള്ള ലവ് ആണ്, കുറേ ടൈപ്പ് ലവ് ഉണ്ട്, അല്ലേ. ടു കൈൻഡ്സ് ഓഫ് ലവ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ഡിവൈൻ ലവ് നമുക്കറിയാം, രാധാകൃഷ്ണ ആ ഒരു ബന്ധം. രാധാകൃഷ്ണ അല്ല, ഒരു സ്പിരിച്വൽ ലവ് ആണ്, അല്ലെങ്കിൽ പ്ലാറ്റോണിക് ലവ് ആണ്. കാരണം നമുക്കൊരു കവിത പഠിക്കാനുണ്ടായിരുന്നു 5th സെമ്മിൽ. ആ ഒരു കവിതയിൽ ദ ക്വസ്റ്റ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പേര്, സോങ്സ് ഓഫ് രാധ അല്ലെങ്കിൽ ക്വസ്റ്റ് എന്നാണ് ആ ഒരു കവിതൻ്റെ പേര്. അതിലെന്താ വെച്ചാൽ ആക്ച്വലി രാധ കൃഷ്ണനെ തിരഞ്ഞിട്ട് അങ്ങോളം അന്വേഷിച്ച് നടക്കുകയാണ്. കാറ്റിനോടും കരകളോടും കാടുകളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ എൻ്റെ പ്രണയിനെ, എൻ്റെ കൃഷ്ണനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കനയ്യെ നീ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻ അവസാനം ഒരു റിവീലേഷനായിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ വെളിയിൽ തിരയുന്നത്? ഞാൻ നിൻ്റെ ഹൃദയത്തിലാണ്, നീ ഒരു കണ്ണാടിയിൽ പോയി നോക്കൂ, നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ എന്നെ കാണാം. ആ ഒരു ലവ് ആണ് സ്പിരിച്വൽ ലവ് അല്ലെങ്കിൽ ഡിവൈൻ ലവ്. വേറൊരു ലവ് അവർക്ക് ഇമ്പോർട്ടൻസ് ഫിസിക്കലായിട്ടുള്ള ബോഡി പാർട്സുകളിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ഡിവൈൻ ലവിന്. നേരെ മറിച്ച് ഫിസിക്കൽ ലവ് മീൻസ് സെക്ഷുവൽ ലവ്. അപ്പം 2 കൈൻഡ്സ് ഓഫ് ലവ്, ഡിവൈൻ ലവ്, ഫിസിക്കൽ ലവ്. ഫിസിക്കൽ ലവ് മീൻസ് സെക്ഷുവൽ ലവ് റിലേറ്റഡ് വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അല്ലേ. പോയറ്റ് റെഫറിങ് അനദർ കൈൻഡ് ഓഫ് ലവ് ദാറ്റ് ഈസ് ഫിസിക്കൽ ലവ്. അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് ഫിസിക്കൽ ലവ് ആണ് നിനക്ക് വേണ്ടതെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആൻഡ് ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ് ഐ വിൽ വിയർ എ മാസ്ക് ഫോർ യു. ആക്ച്വലി മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വിയറിങ് മാസ്ക് ഫോർ അവർ പ്രൊട്ടക്ഷൻ. ബട്ട് here the poet means that he is ready to pretend or sacrifice anything. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി മാറ്റാനും ഞാൻ തയ്യാറാണ്. നിനക്ക് വേണ്ടിയിട്ട് മാസ്ക് ഇടുക മീൻസ് നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണാലിറ്റി മാറ്റാനും ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു പ്രിറ്റൻഡ് ഓർ സാക്രിഫൈസ് എനിത്തിങ്. ദാറ്റ് ഈസ് വൈ ഹീ ഈസ് സെയിങ് ദാറ്റ് ഐ വിൽ വിയർ എ മാസ്ക് ഫോർ യു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഫ് യു വാണ്ട് എ പാർട്ട്ണർ ടേക്ക് മൈ ഹാൻഡ്. ഇനിയിപ്പം നിനക്കൊരു പാർട്ട്ണറെയാണ് വേണ്ടതെങ്കിൽ എൻ്റെ കൈ പിടിച്ചോളൂ. ഓർ ഇഫ് യു വാണ്ട് ടു സ്ട്രൈക്ക് മീ ഡൗൺ ഇൻ ആങ്കർ ഹിയർ ഐ സ്റ്റാൻഡ് ഐ ആം യുവർ മാൻ. എന്നിട്ട് പറയാണ്, ഇഫ് യു വാണ്ട് ടു സ്ട്രൈക്ക് മീ ഡൗൺ ഇൻ ആങ്കർ. നിനക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്നെ അടിക്കണോ? സ്ട്രൈക്ക് മീ ഹിയർ മീൻസ് ബീറ്റ് മീ. നിനക്ക് എന്നെ അടിക്കണോ? ഹിയർ ഐ സ്റ്റാൻഡ്, ഞാനിതവിടെ നിൽക്കുന്നു. ഐ ആം യുവർ മാൻ, നിൻ്റെ പുരുഷനായിട്ട്. യു ആർ മൈ ബിലവഡ് ഐ ആം യുവർ ലവർ, അല്ലേ. ഞാൻ നിൻ്റേതാണ്, ഞാൻ നിനക്ക് മാത്രമുള്ളതാണ്. സാധാരണയായിട്ട് ഡൊമിനൻ്റ് ക്യാരക്ടറായിട്ട് എപ്പോഴും ഉണ്ടാവാറുള്ള പാട്രിയാർക്കൽ കോഡൊക്കെ അനുസരിച്ച്, അല്ലേ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിൽ എപ്പോഴും സ്ത്രീകളാണ് താഴ്ന്നു നിൽക്കാറുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ സബ്മിസീവ് ക്യാരക്ടർ ഉള്ളത് ആർക്കാണ്? ലവറിനാണ്. ബിലവഡിന് ഡൊമിനൻ്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ ഒരു ലവർ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുകയെന്ന് പറയാൻ പറ്റില്ല. എനിവേ ഈ ഒരു പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലവർ ആക്ച്വലി ഒരു സബ്മിസീവ് കീഴ്വഴങ്ങിക്കൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ആക്ച്വലി ഒരു പാട്രിയാർക്കൽ കോഡ് അനുസരിച്ച് ഇങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്, അല്ലേ. സബ്മിസീവ് ക്യാരക്ടർ ഉണ്ടാവുക ആർക്കാണ്? സ്ത്രീകളാണ് കാണിക്കാറുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹമാണ് ഇവിടെ കീഴടങ്ങിക്കൊണ്ട് സംസാരിക്കുന്നത്, അല്ലേ.
ഞാൻ എത്രത്തോളം ഞാൻ താഴ്ന്നു നിൽക്കണോ അത്രത്തോളം താഴ്ന്നു നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ആരാണ്? ലവറാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ. അപ്പം നിനക്ക് എന്നെ അടിക്കണോ? നീ അടിച്ചോ. ഹിയർ ഐ സ്റ്റാൻഡ്, ഞാനിതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഐ ആം യുവർ മാൻ, യു ആർ മൈ ബിലവഡ്, ഐ ആം യുവർ ലവർ, ഐ ആം യുവർ മാൻ. അല്ലേ, ഞാൻ നിന്നെ പ്രണയിക്കുന്ന ആളാണ്, ഞാൻ നിൻ്റേത് മാത്രമാണ് അല്ലേ. ഇഫ് യു വാണ്ട് എ ബോക്സർ ഐ വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ റിംഗ് ഫോർ യു. ഇനിയിപ്പോൾ നിനക്ക് കരുത്തനായ ഒരു ബോക്സറെയാണ് വേണ്ടതെങ്കിൽ ഐ വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ റിംഗ് ഫോർ യു. എന്താണ്, ഞാൻ റിങ്ങിലേക്ക് കയറാനും ഞാൻ തയ്യാറാണ്. നിനക്ക് കരുത്തനായ ഒരു ബോക്സറെയാണ്, നിനക്ക് അക്രമങ്ങൾ വരുന്ന സമയത്ത് തടയാനും എല്ലാത്തിനും നിന്നെ സഹായിക്കാനുള്ള ഒരു ബോക്സറെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഐ വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ റിംഗ് ഫോർ യു. ഞാൻ റിങ്ങിലേക്ക് കയറാനും ബോക്സിംഗ് റിങ്ങിലേക്ക് കയറാനും ഞാൻ റെഡിയാണ്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ആൻഡ് ഇഫ് യു വാണ്ട് എ ഡോക്ടർ ഐ വിൽ എക്സാമിൻ എവരി ഇഞ്ച് ഓഫ് യു. ഇനിയിപ്പോൾ നിനക്കൊരു ഡോക്ടറെയാണ് വേണ്ടതെങ്കിൽ ഐ ക്യാൻ എക്സാമിൻ ഈച്ച് ആൻഡ് എവരി ബോഡി പാർട്ട് ഓഫ് യു. ഞാൻ റെഡിയാണ്, നിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും സൂക്ഷ്മമായി പരിശോധിക്കാനും ഞാൻ റെഡിയാണ്. നിനക്കൊരു ഡോക്ടറെയാണ് വേണ്ടതെങ്കിൽ ഐ വിൽ എക്സാമിൻ എവരി ഇഞ്ച് ഓഫ് യു. എന്താണ് ഇവിടെ ഒരു സെക്ഷൽ കനോട്ടേഷനാണ് അല്ലേ. ദ ലവർ ഇൻവൈറ്റ്സ് ഹെർ ഫോർ ലവ് മേക്കിംഗ് അല്ലേ. ലവ് മേക്കിംഗ് ഇറ്റ് ഷോസ് ഹിസ് ലോങ്ങിങ്നെസ്. അപ്പോൾ അദ്ദേഹം ലവ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ ലൈനിൻ്റെ. ഹിയർ വി ക്യാൻ സീ ദ സെക്ഷൽ കനോട്ടേഷൻ. യു വാണ്ട് എ ഡോക്ടർ ഐ വിൽ എക്സാമിൻ എവരി ഇഞ്ച് ഓഫ് യു. സെക്ഷൽ കനോട്ടേഷനാണ് കാണുന്നത്. ഈ ഇൻവൈറ്റ് ഹെർ ഫോർ ലവ് മേക്കിംഗ് ദിസ് ഷോസ് ദ ലോങ്ങിങ്നെസ്. അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹം. ഇതൊക്കെ ഇറോട്ടിക് ആയിട്ടുള്ള ഇമേജസ് ആണ് കേട്ടോ. ഇവിടെ അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത്. or if you want to take me for a ride you know you can. അതിൻ്റെ മുന്നൊരു ലൈൻ ഉണ്ട്. ഇഫ് യു വാണ്ട് എ ഡ്രൈവർ ക്ലൈംബ് ഇൻസൈഡ്. ഇനിയിപ്പോൾ നിനക്കൊരു ഡ്രൈവറെയാണ് വേണ്ടതെങ്കിൽ നീ എൻ്റെ സൈഡിൽ കയറിക്കോ, ഞാൻ ഡ്രൈവ് ചെയ്ത് നിന്നെ എല്ലായിടത്തും കൊണ്ടുപോകാം. ഓക്കെ. ഓർ ഇഫ് യു വാണ്ട് മീ ടു ടേക്ക് മീ ഫോർ എ റൈഡ്. ഇനിയിപ്പോൾ നിനക്ക് ഡ്രൈവ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകണോ, നിനക്ക് എന്നെ റൈഡിന് കൊണ്ടുപോകാണോ വേണ്ടത്? യു നോ യു ക്യാൻ. നിനക്ക് കഴിയുമെന്ന് നിനക്കറിയാലോ. ഐ ആം യുവർ മാൻ. ഞാൻ നിൻ്റെ പുരുഷനാണ്, ഞാൻ നിൻ്റേതാണ്. ഐ ആം യുവർ ലവർ. നിനക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്ത് എന്നെ കൊണ്ടുപോവാം, ഞാൻ വേണമെങ്കിൽ നിന്നെ എവിടേക്കും കൊണ്ടുപോവാം. ഇതൊക്കെ കുറേ പ്രോമിസസ് ആണല്ലേ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇതൊക്കെ ഫെമിലിയറൈസ് ആയിട്ടുണ്ടാവാം, ചിലർക്കെങ്കിലും കേട്ട് പരിചയമുള്ള വാക്കുകളാവാം ഇതൊക്കെ, മേ ബി, അറിയില്ല. എനിവേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ എന്താണ് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ളവരാവാം. സോ ഇതൊക്കെയാണ് ഈ ഒരു ലൈനുകളിൽ പോയിട്ട് പറയുന്നത്. ഒന്നും കൂടെ വായിക്കാം. ഇഫ് യു വാണ്ട് എ ലവർ ഐ വിൽ ഡു എനിത്തിങ് യു ആസ്ക് മീ ടു. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ് ഐ വിൽ വിയർ എ മാസ്ക് ഫോർ യു. ഇഫ് യു വാണ്ട് എ പാർട്ട്ണർ ടേക്ക് മൈ ഹാൻഡ്. ഓർ ഇഫ് യു വാണ്ട് ടു സ്ട്രൈക്ക് മീ ഡൗൺ ഇൻ ആങ്കർ ഹിയർ ഐ സ്റ്റാൻഡ്, ഐ ആം യുവർ മാൻ. ഇഫ് യു വാണ്ട് എ ബോക്സർ ഐ വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ റിംഗ് ഫോർ യു. ആൻഡ് ഇഫ് യു വാണ്ട് എ ഡോക്ടർ ഐ വിൽ എക്സാമിൻ എവരി ഇഞ്ച് ഓഫ് യു. ഇഫ് യു വാണ്ട് എ ഡ്രൈവർ ക്ലൈംബ് ഇൻസൈഡ്. ഓർ ഇഫ് യു വാണ്ട് ടു ടേക്ക് മീ ഫോർ എ റൈഡ് you know you can. I am your man. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ ഐ ആം യുവർ മാൻ, ഫസ്റ്റ് ടൈറ്റിൽ ഹീ ഈസ് ഡയറക്ട്ലി അഡ്രസ്സിങ് ഹിസ് ബിലവഡ്. യു ആർ മൈ ബിലവഡ്. യു ആർ ഹിയർ മൈ ബിലവഡ്, ഐ ആം യുവർ ലവർ. നെക്സ്റ്റ് പിന്നെ പറയുന്നുണ്ട് ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ് I will wear a mask for you. I am ready to pretend or sacrifice anything. That is why he is saying that I will wear a mask for you. If you want a partner means whatever is your desire, need, I am here with you. എന്ത് ഡിസയർ ആണോ, എന്ത് ആഗ്രഹമാണോ നിനക്ക് വേണ്ടത്, I am here with you. If you want to beat me down in anger, here I stand. If you want a boxer, you want to fight me. If you want a boxer, I will step into the boxing ring. Okay. If you want a doctor, I can examine each and every body part of you. Here the poet uses some sexual connotation. Then if you want a driver, I will climb inside into the vehicle. If you want to accompany with you whenever
You are driving. If you want to take me for a ride, you can consider me as a rider. ഏത് പൊസിഷൻ ഏറ്റെടുക്കാനും നിൻ്റെ ലവറായ ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്താണ് നിനക്ക് വേണ്ടി ഏത് താഴ്ന്ന പണിയും, ഏത് വേഷമാണോ ഞാൻ ധരിക്കേണ്ടത്, ഏത് പേഴ്സണാലിറ്റിയാണോ ഞാൻ സ്വീകരിക്കേണ്ടത്, അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.